ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനോ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് ഞാൻ ഈ പാട്ട് പാടിയത്? ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി, ചാലക്കുടിക്കാരുടെ മണിച്ചേട്ടൻ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നുണ്ടല്ലേ കലാഭവൻ മണി. അദ്ദേഹം ഓർമ്മയായിട്ട് 9 വർഷം തികയുകയാണ്. ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ പുറയിലൊക്കെ കാണാം കലാഭവൻ മണിയുടെ പേരിലുള്ള പാട്ടുപുരയുണ്ട്. പാട്ടും നാടൻ പാട്ടും നൃത്തവും ഡാൻസും ആയിട്ട് ജീവിതം അങ്ങനെ ജീവിച്ച് തീർത്ത് വളരെ പെട്ടെന്ന് തന്നെ കടന്നുപോയ കലാഭവൻ മണിയുടെ ഓർമ്മയിലാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങാൻ പോകുന്നത്. ഒരു സകല കലാവല്ലഭനായിരുന്നു. പ്രത്യേകിച്ച് ഈ മണിച്ചേട്ടന്റെ തുടക്കകാലത്തൊക്കെ ഞാൻ വലിയ ഫാനായിരുന്നു. കാരണം അന്ന് ആ ഒരു പ്രത്യേകതയുടെ ഒരു പ്രത്യേക ചിരിയും അതുപോലെ മിമിക്രി, പാട്ടിന് പാട്ട്, ഹാസ്യനടൻ മാത്രമായി ഒതുങ്ങുമെന്ന് നമ്മൾ കരുതി. പക്ഷെ എല്ലാ റേഞ്ചിലുള്ള കഥാപാത്രങ്ങൾ വളരെ നന്നായി ചെയ്ത ഒരു വ്യക്തി. അപ്പോൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചാലക്കുടിയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ജീവിതം തുടങ്ങി സിനിമയിലെത്തി ഒരു അറബിക്കഥയിലെ രാജകുമാരനെ പോലെ ജീവിതം മാറി മറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണിച്ചേട്ടൻ. അത് മാത്രമല്ല ക്രിസ്റ്റീന, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വലിയ വലിയ താരങ്ങളൊക്കെ വിട വാങ്ങുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സാധാരണക്കാരായ സാധാരണക്കാർ, അമ്മൂമ്മമാരൊക്കെ വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ആ ദിനം നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, വർഷിക്കുന്ന ജീവിതം ജീവിച്ച് പോയ ഒരാളാണ് കലാഭവൻ മണി. അത് ഏറ്റവും സാധാരണക്കാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ തൊട്ടിട്ട് വളരെ സ്നേഹത്തോടെ സ്പർശിച്ചിട്ടാണ് ആ മനുഷ്യൻ പോയത്. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മ ദിനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. ചാലക്കുടിയിൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സമ്മിശ്ര വികാരങ്ങളാണ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. മിമിക്രിയെ ഇത്രയേറെ ജനകീയനാക്കിയ ഒരു കലാകാരൻ അല്ലെ, നാടൻ പാട്ടിനെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, ഒപ്പം തന്നെ കുറച്ച് ഇമോഷണലായി തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതെ, മണിച്ചേട്ടന്റെ ജീവിതത്തിലും എല്ലാം ഒരു കലാകാരന്റെ ടച്ച് ഉണ്ടായിരുന്നു. വെറും 45-ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ മണിച്ചേട്ടന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മുടേതായ ആദരം അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് വാക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം. എപ്പോഴും ഹാപ്പി ആണല്ലേ പേരിൽ തന്നെ? ഞങ്ങളുടെ ഫാമിലി ഹാപ്പിയാണ്. ഹാപ്പി ഫാമിലി. ഞാനൊന്ന് അപ്പുറത്തേക്ക് കടന്നാലോ? വൈഫ് ആൻസി, അതുപോലെ തന്നെ മോള് സ്കിലാച്ചി. ഞാൻ പേര് എന്താ അങ്ങനെ ഒരു പേര്? അതൊരു ഫുട്ബോൾ കളിക്കാരന്റെ പേരാണ്. നമ്മളോടാ, എന്നോട് ക്രിസ്ത്യനക്ക് പിന്നെ അറിയേണ്ടതാണല്ലോ അല്ലെ. സ്കിലാച്ചി. അപ്പൊ എക്സാം ഇന്നും ആണോ? അപ്പൊ മണിച്ചേട്ടനുമായിട്ടുള്ള ആ ഒരു അസോസിയേഷൻ നമുക്ക് പാട്ട് പാടാം. ചേട്ടന്റെ ഓർമ്മ വരാണെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങള് കുളിക്കുന്ന സ്വഭാവമുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങള് ചാലക്കുടി പുഴയിലാണ് കുളിക്കാറ് മിക്കപ്പോഴും വന്ന്. അപ്പോ ഞങ്ങൾ ഇപ്പുറത്ത് കുളിക്കുമ്പോ, മേലൂര് ഇപ്പുറത്ത് കുളിക്കുമ്പോ മണിച്ചേട്ടൻ ആ സൈഡില് തൊട്ട് നേരെ തന്നെ ഉണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് ഞാൻ മണിച്ചേട്ടനെ കാണുന്നത് ചാലക്കുടി പുഴയിൽ വെച്ചാ. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു മണിച്ചേട്ടന്. പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു ആള് കഴുത്തോളം വെള്ളത്തിൽ നിന്നിട്ട് അവിടെ പാട്ടൊക്കെ പാടും. അപ്പൊ ഞങ്ങൾക്ക് അന്ന് കലയിലേക്കൊക്കെ വരാനൊരു പ്രചോദനം ശരിക്കും പറഞ്ഞ മണിച്ചേട്ടൻ തന്നെയാണ്. അപ്പൊ അതൊരു തുടക്കം മണിച്ചേട്ടനെ കണ്ടത് അവിടെയാണ്. പിന്നീട് ഞാൻ മണിച്ചേട്ടനെ ഇവിടെ കണ്ണമ്പുഴ ഉത്സവത്തിന്റെ അന്ന് ഉത്സവം നടക്കുന്ന സമയത്ത് മണിച്ചേട്ടന്റെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് ചോദിക്കുകയും ചെയ്തത്, മണിച്ചേട്ടാ എന്റെ മിമിക്രി ഒന്ന് കേൾക്കുക കുറച്ചു നേരം എന്ന് പറഞ്ഞിട്ട് ചെറുപ്പത്തിലെ മണിച്ചേട്ടന്റെ മുമ്പിൽ മിമിക്രി അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 2014 മണിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ 1ാം സമ്മാനം 15 ലക്ഷം രൂപയും മണിച്ചേട്ടൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റും മണിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് ട്രോഫിയും മേടിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതാണ് ഞാൻ മറക്കാനാവാത്ത ഏറ്റവും വലിയ അനുഭവം. ഈ 9 വർഷത്തിന് ശേഷം ആ മണിച്ചേട്ടന്റെ ചിരിയും ഡയലോഗും ഒന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന്? എനിക്ക് മണിച്ചേട്ടന്റെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ പാടുന്നത്. ഞങ്ങളൊരു പാട്ട് പാടിയാ ഇഷ്ടപ്പെടോ? 2 പ്രാവശ്യം ഇഷ്ടപ്പെടും. വേഗം പാടിയോ? ഹാപ്പി ഫാമിലിയെ സംബന്ധിച്ച് നെഗറ്റീവ് ഇല്ല, അതായത് സാഡ് ഇല്ല, ഹാപ്പി തന്നെയാ. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ട് എപ്പോഴും ഞങ്ങൾ പാടുന്നത് അടിച്ചുപൊളി പാട്ടുകളെ പാടുള്ളൂ. ഓക്കെ.
വരുത്തന്റെ പമ്മൊളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിലിനൊടുക്കം കിട്ടിടി തങ്കമ്മേ. വരുത്തന്റെ പമ്മൊളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിലിനൊടുക്കം കിട്ടിടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ, ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. വരുത്തന്റെ പമ്മൊളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പച്ചിലിനൊടുക്കം കിട്ടിടി തങ്കമ്മേ. ആ ചിരി കൂടെ ആയിരുന്നു തോന്നല്ലേ. പാടുന്ന ഇനി ഒരെണ്ണം കൂടെ പാടുന്നോ? ഫാമിലി ആയിട്ട് പാടുമെന്ന് പറഞ്ഞിട്ട് അതാ അനങ്ങിയില്ല, രണ്ടും ഡാൻസ് കളിക്കണുള്ളൂ. ആണോ? മണിച്ചേട്ടന്റെ അല്ല അല്ലേ? നാടൻപാട്ട്, ഹിന്ദി പാട്ടൊക്കെ. ഓ ശരി. എള്ളുള്ളേരി ഇല്ല. ആ ഡ്രസ് ചേഞ്ച് എല്ലാം കൂടെ പഠിപ്പിക്കണേ. കാരണം ഞങ്ങളെ കൂടെ പഠിപ്പിക്കണം. നമ്മൾ ഈ മോർണിംഗ് വാക്കിൽ രാവിലെ ഒരു ഡ്രസ്സിൽ വരുന്നു, കറങ്ങി വരും, പഠിപ്പിക്കണേ. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ മിമിക്രി ചെയ്യും. മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. ഒരു മിമിക്രിയിലും ശരി. ഇപ്പൊ ആലോചിക്കാൻ സമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു പാട്ടൂടെ പാടും. ഇപ്പൊ ഒരു കുഞ്ഞ് പട്ടിക്കുട്ടി അവിടെ നിക്കാന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ ചെവിയിൽ നമ്മൾ പിടിച്ചേക്കാണ്. സോ അത് കരയുന്നത് പട്ടിക്കുട്ടിയാ. കല്ലെറിഞ്ഞായിരുന്നു. ഒരു കയ്യടി പ്രേക്ഷകരോട് ഇരുന്ന് കാണുന്നുണ്ടാവും, ആസ്വദിക്കുന്നുണ്ടാവും. ഈ മിമിക്രി ഇത്രയും ജനകീയനാക്കിയ ഒരു കലാകാരനാണ് അല്ലെ? തീർച്ചയായിട്ടും. മണിച്ചേട്ടൻ ഒരുപാട് പേർക്ക് പ്രചോദനമായിരുന്നു. പിന്നെ ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത് പറയണത്, മണിച്ചേട്ടൻ നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു. അതായത് മറ്റുള്ളവരെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉള്ളതുകൊണ്ടാണ് ഇന്നും എല്ലാവരുടെ ഹൃദയങ്ങളിലും, അതായത് ലോകമെമ്പാടും മലയാളികളുള്ളിടത്ത് എല്ലായിടത്തും ഈ മണിച്ചേട്ടൻ്റെ അനുസ്മരണം നടക്കുന്നു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. വൈഫിന്റെ അമ്മയൊക്കെ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ ഇവിടുന്ന് 10 ചാക്ക് അരിയൊക്കെ കൊടുത്തേക്കും അവിടുത്തെ പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി. അതൊക്കെ നമുക്ക് അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ മണിച്ചേട്ടന്റെ ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറയുന്നത് എമ്പതിയാണ് അല്ലേ? കാരണം മറ്റൊരാൾക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് എന്റെ വേദനയാണെന്ന് മണിച്ചേട്ടന് മനസ്സിലാവും. തീർച്ചയായിട്ടും. എന്താണ് ആവശ്യം അവിടെ എല്ലാം എത്തിയിരിക്കും. മണിച്ചേട്ടൻ ഇന്ന കാര്യമാണ്, ഇങ്ങനെ ഇത്രയും ആൾക്കാർക്ക് കൊടുക്കണം. അതിനെന്താ ഞങ്ങൾ വിചാരിക്കണേം കാട്ടി മനസ്സ് നിറയെ സാധനങ്ങളായിട്ട് അവിടെ എത്തിച്ചിരിക്കും മണിച്ചേട്ടൻ. പിന്നെ മണിച്ചേട്ടൻ്റെ അടുത്ത് പറയുന്നത്, ഒരു 100 രൂപ മണിച്ചേട്ടന് കിട്ടിക്കഴിഞ്ഞാൽ 80 രൂപയും മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാ, ഹാപ്പിനെസ്സിന് വേണ്ടിട്ട്. അതാണ് മണിച്ചേട്ടന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പെട്ടെന്ന് നമുക്ക് ഒരു പാട്ടൂടെ പാടിയാലോ? ഒരു അടിപൊളി പാട്ടൂടെ എല്ലാരും പാടണേ. അടിപൊളി അടിച്ചോളി 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 അടിച്ചോളി. എനിക്ക് ഈ സ്റ്റേജിൽ മൈക്ക് പിടിച്ച ഒരു പരിചയമായി പോയി. ഓക്കെ, അപ്പോ മണിച്ചേട്ടന്റെ ഒരു അടിച്ചുപൊളി ഗാനം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. അടിപൊളി അടിപൊളി. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. മണിച്ചേട്ടൻ കാണിച്ചു തന്ന ആ നല്ല മാതൃകകൾ, മറ്റുള്ളവരുടെ സങ്കടത്തിലൊക്കെ സഹായിക്കുന്ന ആ ഒരു രീതിയിൽ പോവുക, മറ്റുള്ളവരെയും അത് കാണിച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച് നമ്മുടെ മോർണിംഗ് വാക്കിൽ. അപ്പോ ഡ്രസ് ചേഞ്ചിങ് പഠിപ്പിക്കാൻ മറക്കണ്ട. പിന്നെ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഹാജരായി നമ്മുടെ മണിച്ചേട്ടന് ആദരവ് അർപ്പിക്കുന്നുണ്ട്, അവരുടെ സ്നേഹം പറയുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. അബ്ദുൽ കരീം, മിനി ബാബു, സുനിൽകുമാർ, സീന മുഹമ്മദ്, ദേവു ടി വിജയ്. അപ്പൊ അങ്ങനെ കുറെ പേരുടെ കമന്റ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആ പറയുന്ന ഗൗരവമുള്ള വാർത്തയിലേക്ക്. അതെ, കലാഭവൻ മണിക്ക് ഒരു സ്മാരകം, അത് കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് അല്ലെ. ഇപ്പൊ 9 വർഷമാകുന്നു. പക്ഷേ ഈ സ്മാരകം ഇതുവരെയായിട്ടും തറക്കല്ല് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. സ്ഥലമേറ്റെടുപ്പും ടെൻഡർ നടപടിയും പൂർത്തിയായെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയില്ല. വീണ്ടും ഒരു ഓർമ്മദിനം കൂടി എത്തിയതോടെ രാഷ്ട്രീയ വിവാദം കൂടിയാവുകയാണ് കലാഭവൻ മണി സ്മാരകം. ഇപ്പോഴും ആ സ്മാരകം പേപ്പറിൽ തന്നെയാണ്. കലാഭവൻ മണിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ചാലക്കുടിയിലേക്ക്
ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത് നിരവധി പേരാണ്. ഓർമ്മ ദിനമായ ഇന്നും ഇന്നലെയും കലാഭവൻ മണി പിതാവിന്റെ പേരിൽ സ്ഥാപിച്ച രാമൻ കലാഗൃഹത്തിലേക്ക് എത്തുന്നവരുടെ മുഖത്ത് കണ്ണീരുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പ്രിയ നടന്റെ ഓർമ്മകളിൽ അലിയുകയാണ് പലരും. മലയാള സിനിമയ്ക്കുള്ളൊരു നഷ്ടമല്ല, കേരളത്തിൽ കലാപരമായിട്ട് എല്ലാ രംഗത്തിലുള്ളൊരു വലിയൊരു നഷ്ടമാണ് അമ്മാവൻ്റെ മരണം. ഞങ്ങൾ കുടുംബക്കാർ അതിലേറെ ദുഃഖിക്കുന്ന കുറച്ച് കുടുംബക്കാരാണ് ഞങ്ങൾ. കലാഭവൻ മണിയുടെ ഓർമ്മകളിലാണ് ഇന്നും ജീവിക്കുന്നതെന്ന് കുടുംബാംഗങ്ങൾ. കലാഭവൻ മണിയോടുള്ള ആദരസൂചകമായാണ് ചാലക്കുടിയിൽ സ്മാരകമൊരുക്കാൻ തീരുമാനിച്ചത്. സ്ഥലമേറ്റെടുത്ത സാംസ്കാരിക വകുപ്പിന് കൈമാറി. 3 കോടി രൂപ അനുവദിച്ച ടെൻഡർ നടപടിയും പൂർത്തിയായി. പക്ഷേ ഇതുവരെയും സ്മാരകത്തിന് തറക്കല്ലിടാൻ പോലും ആയില്ല. സ്മാരക നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉയർത്തുന്നത്. ആക്ച്വലി ആ സ്മാരകം സർക്കാർ പ്രഖ്യാപിച്ചൊരു സ്മാരകമാണ്. അത് കലാഭവൻ മണി കുടുംബ ട്രസ്റ്റിൻ്റെ പേരിൽ, കുന്നിശ്ശേരി ട്രസ്റ്റിൻ്റെ പേരിൽ നമ്മൾക്കത് അതിൽ കൂടുതൽ ഇടപെടാനായിട്ട് നമ്മൾക്ക് പറ്റില്ല. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, അത് എത്രയും പെട്ടെന്ന് വരട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. അതേസമയം സ്മാരകത്തെ ചൊല്ലി രാഷ്ട്രീയവും വിവാദവും ശക്തമാണ്. ചാലക്കുടി MLA സനീഷ് ജോസഫ് ബോധപൂർവം പദ്ധതി വൈകിപ്പിക്കുന്നു എന്നാണ് LDF ആരോപണം. എന്നാൽ ഇടതനുഭാവിയായ കലാഭവൻ മണിയെ LDF വഞ്ചിച്ചു എന്ന ആരോപണമാണ് MLA ഉയർത്തുന്നത്. 24 തൃശൂർ. നമ്മൾ ചാലക്കുടിയിലാണ് നിൽക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ പുറകിൽ ഒരു ആനയെ നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഞാനാണെങ്കിൽ കുറെ കാലമായിട്ട് ഒരു ആനയെ ഒന്ന് അടുത്ത് കാണണം, തൊടണം. അടുത്ത് കാണാറുണ്ട്, പക്ഷെ പേടിയാവും, ഒന്ന് തൊടണം എന്നൊക്കെ വിചാരിക്കണം. ഈ ആനയെ ധൈര്യമായിട്ട് തൊടാം. പോയി പേരെന്താന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ആന വിദഗ്ധൻ സൂരജ് സജി ഇവിടെ വന്നപ്പോ പറഞ്ഞു, ഈ ഫ്രെയിം ഇല്ലാതെ ഈ മോർണിംഗ് വാക്ക് മുന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. കാരണം അദ്ദേഹത്തിന് ആനയില്ലാതെ ഒരു ജീവിതം ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ എന്തായാലും ഈ മനോഹരമായ ഈ പ്രതിമ കൂടി എനിക്ക് ഓർമ്മ വരും, പണ്ടൊരു പാട്ടുണ്ടായിരുന്നു. ഏതാ സിനിമയുടെ പേര് ഞാൻ മറന്നു. പാട്ടില്ലേ, മണ്ടന്മാർ മരമണ്ടന്മാർ ആനേനെ വാങ്ങാൻ പോയി, കേട്ടിട്ടുണ്ടാ? അപ്പൊ നമ്മൾ ആ ഞാൻ ആ ജനറേഷൻ യങ് ജനറേഷൻ. പിന്നെ ഇവിടെ കുറെ പേരുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ മണിച്ചേട്ടന്റെ ചാലക്കുടിയിലെ ഓട്ടോ സ്റ്റാൻഡ് മണിച്ചേട്ടന്റെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ മണിച്ചേട്ടന്റെ സ്നേഹിതര്, മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. എന്താ പേര്? എന്റെ പേര് റഫീഖ്. ലെനിൻ. മണി. പ്രസാദ്. സിജു. സുധീഷ്. നിങ്ങളെല്ലാരും പാട്ടൊക്കെ പാടുവോ മണിച്ചേട്ടന്റെ ഓർമ്മയിൽ? ഒന്നെടുത്തേ. അപ്പോ മണിച്ചേട്ടന്റെ ഈ പാർക്കില് ഞങ്ങള് പോലുള്ള തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ അനുസ്മരണത്തിൽ 9ാം വർഷത്തിൽ മണിച്ചേട്ടനെ ഓർക്കുകയാണ്. മണിച്ചേട്ടനെ ഓർക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ രണ്ടു പാട്ട്. പിന്നെ ചാലക്കുടി ചേനത്തു നാട്ടിൽ കുന്നിശ്ശേരി രാമന്റെ അമ്മിണി അമ്മയുടെ മകനായി പിറന്ന മുത്തേ, മരിച്ചാലും മറക്കില്ല മുത്തേ, മുത്തിനെ സ്നേഹിക്കും ഞങ്ങളെന്നും. കഷ്ടപ്പാടും ദുരിതവുമായി കൂലിപ്പണി മോട്ടോ ഓടിച്ചും മിമിക്രിയിലൂടെ സിനിമയിൽ ജനം കാണേ കാണേ വളർന്ന മുത്തേ, മരിച്ചാലും മറക്കില്ല മുത്തേ, മുത്തിനെ സ്നേഹിക്കും ഞങ്ങളെന്നും. പാട്ടുകൾ അനവധി പാടി ജനമധു നെഞ്ചിലതെത്തി, മുത്തിന്റെ പാട്ടും സിനിമയും കാണാത്ത ജനങ്ങളൊന്നുമില്ല. പാടിപ്പാടി മുത്തിന്റെ പാട്ടുകൾ പാടിയിൽ വെച്ചു നീലച്ചു പോയോ, പാടിപ്പാടി മുത്തിന്റെ പാട്ടുകൾ പാടിയിൽ വെച്ചു നീലച്ചു പോയോ. ഗംഭീരം ഗംഭീരം. നമ്മുടെ മണിച്ചേട്ടൻ മുത്താടി കളഞ്ഞു അവസാനം. മിമിക്രി ചെയ്യാം. ആദ്യം ശങ്കരാടി രഹസ്യമാണ്. അവിടെ നിൽക്കവിടെ മാടമ്പി തറവാട്ടിലെ മാണിക്കിനെ ഇങ്ങനെ ബലസിനെ കാണുമ്പോ ഹടയുടെ മനസ്സിൽ കുളിയിൽ കൂടും നമ്മുടെ അട്ടിയമ്മ. അപ്പോ മച്ചമ്പി സാധാരണ പട്ടികൾക്കാണ് പേ പിടിക്കാറ് കേട്ടോ. ഇപ്പൊ നമ്മുടെ നാട്ടില് മൊത്തത്തിലൊരു പേമയമാണ് മച്ചമ്പി. ഗൂഗിൾ പേ, ഫോൺ പേ അല്ലേ മച്ചമ്പി? അപ്പൊ ശരി, താങ്ക് യു സോ മച്ച്. നിങ്ങളെയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പൊ ഗംഭീരായി പോവുക. താങ്ക് യു സോ മച്ച്.
ഇനിയിപ്പോ എന്താ വെച്ചാലേ നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് ഇവിടെ പോകാനുള്ളതുകൊണ്ട് താങ്ക് യു. അപ്പൊ താങ്ക് യു. നമുക്ക് കൊല്ലത്തേക്ക് വളരെ പെട്ടെന്ന് പോകണം അല്ലേ? അല്ലെ CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അപ്പൊ നമ്മുടെ CPIM സംസ്ഥാന സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ചെങ്കടലായി കൊല്ലം. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് തുടങ്ങും. തുടർഭരണത്തിന് തുടർച്ച ലക്ഷ്യമിട്ടുള്ള നവകേരള രേഖ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിനിധി സമ്മേളന നഗരിയായ കൊല്ലം ടൗൺ ഹാളിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തും. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. CPIM കോർഡിനേറ്റർ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രവർത്തന റിപ്പോർട്ട് അവതരണത്തിന് ശേഷം തുടർഭരണത്തിന്റെ തുടർച്ച ലക്ഷ്യമിട്ടുള്ള നവകേരള രേഖ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അവതരിപ്പിക്കും. 7-ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയും 8-ന് നവകേരള രേഖയിലുള്ള ചർച്ചയും നടക്കും. പ്രവർത്തന റിപ്പോർട്ടിനുമേലുള്ള ചർച്ചയ്ക്ക് 8-ന് പാർട്ടി സെക്രട്ടറി മറുപടി പറയും. നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രസീഡിയം നിയന്ത്രിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ്. 24 കൊല്ലം. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോയാൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് വോട്ട് ചോരുന്നുവെന്ന് CPIM സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഇന്ന് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ തെറ്റിപ്പോയെന്ന വിമർശനങ്ങളുമുണ്ട്. 3ാം തവണയും ഭരണം ലഭിക്കും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ദേശാഭിമാനി ലേഖനത്തിൽ മുഖ്യമന്ത്രി. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. ചെങ്കടലായിരിക്കുകയാണ് കൊല്ലം. അവിടുത്തെ ആ ഓളം അതൊക്കെ ഇങ്ങനെ ആവേശമൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, ഇപ്പം ദേശാഭിമാനിയുടെ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് നമ്മൾ ജില്ലാ സമ്മേളനങ്ങളിൽ കണ്ടിരുന്നതാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ. ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളെല്ലാം തെറ്റിപ്പോയി എന്ന് പറയുന്നു. ഒപ്പം തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. എന്തായാലും CPIMന്റെ പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം തന്നെ കൊല്ലത്ത് ആരംഭിക്കും. ചെങ്കടലായി മാറിയിരിക്കുകയാണ് കൊല്ലം. ഇന്നലെ അക്ഷരാർത്ഥത്തിൽ കൊല്ലം ടൗണിനെ വിറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊല്ലം ടൗണിനെ ചെങ്കടലാക്കിക്കൊണ്ടാണ് CPIMന്റെ ജാഥകളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നത്. ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIMന്റെ സംഘടനാ റിപ്പോർട്ടാണ്. ഇന്ന് പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലെ ആദ്യ ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് വോട്ട് ലഭിച്ചു എന്നുള്ളതാണ്. ഈ വോട്ട് ചോർച്ച എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ അടിയന്തരമായ പരിശോധന വേണം എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെറ്റിപ്പോയി എന്നുള്ള വിമർശനം കൂടി ഈ സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായി എത്തുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ വിശദമായി തന്നെ പാർട്ടി ആലോചിക്കും. കാരണം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് BJPക്ക് വോട്ട് ചോർന്നത് എന്നുള്ള കാര്യത്തിൽ വിശദമായ ചർച്ച ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ഈ 3ാം പിണറായി സർക്കാർ, 3ാം ഇടത് സർക്കാർ അത് ഉറപ്പാണെന്ന് കൂടി ഇഘട്ടത്തിൽ ആവർത്തിക്കുകയാണ് ദേശാഭിമാനി എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിനൊപ്പം ഇനിയും ജനം വിധി എഴുതും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശാഭിമാനി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ ദേശാഭിമാനി ലേഖനം പ്രതിനിധി സമ്മേളനം തുടങ്ങാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ ലേഖനം വലിയ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MABB അടക്കമുള്ളവർ ശരി, കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മളെപ്പോഴും CPIMന്റെ മുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ ആയ AK ബാലനെ ഓർക്കുന്നത് തരൂരുമായി ബന്ധപ്പെടുത്തിയാണ്. അദ്ദേഹത്തിന്റെ പാലക്കാടുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയൊക്കെയാണ്. പക്ഷെ കൊല്ലവുമായി അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടെന്ന് കൂടെ ഇപ്പൊ വരുന്നുണ്ട്. 1995 കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചയാളാണ് ഇത്തവണ സമ്മേളനത്തിന് പതാക ഉയർത്തുന്ന AK ബാലൻ. മത്സരത്തിൽ ഒരു വോട്ടിന് തോറ്റ AK ബാലൻ 1998 പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിലാണ് സംസ്ഥാന സമിതിയിലെത്തിയത്. മത്സരവും തോൽവിയും AK ബാലൻ 24നോട് സ്ഥിരീകരിക്കും. കേരളത്തിലെ പാർട്ടിയിലെ വിഭാഗീയ പോരാട്ടത്തിന്റെ തുടക്കം 1995 കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു. KR ഗൗരിയമ്മയുടെ പുറത്താകലിനെ തുടർന്നുണ്ടായ ഭിന്നതകളിൽ
CITU വിഭാഗത്തിനെതിരെയായിരുന്നു നീക്കം. ഔദ്യോഗിക പാനലിനെതിരെ 17 പേർ മത്സരിച്ചു. അതിലൊരാളായിരുന്നു AK ബാലൻ. പക്ഷെ ഒരു വോട്ടിന് തോറ്റുപോയി. ശരിയായിരുന്നു, അന്ന് മത്സരം ഉണ്ടായിരുന്നു, ഞാൻ മത്സരിച്ചിരുന്നു, ഒരു വോട്ടിന് തോറ്റു എന്നുള്ളത് അന്ന് പത്രങ്ങളിലൊക്കെ തന്നെ വന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. MM ലോറൻസിനെ ജയിപ്പിക്കാൻ വേണ്ടി ബാലനെ എണ്ണിത്തോൽപ്പിച്ചതാണെന്ന് അന്ന് ആക്ഷേപമുണ്ടായിരുന്നു. അതേപ്പറ്റി പ്രതികരിക്കാൻ AK ബാലൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, തോറ്റു എന്ന് മനസ്സിലാക്കിയാണ്. പിന്നെ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ പാനലിൽ തന്നെ ഉണ്ടായി, ഔദ്യോഗിക പാനലിൽ തന്നെ ഉണ്ടായി. പിന്നെ സ്വാഭാവികമായിട്ടും നോക്കുന്ന പ്രശ്നമില്ലല്ലോ. അന്ന് മത്സരിച്ചു തോറ്റ AK ബാലനാണ് 30 കൊല്ലത്തിന് ശേഷം കൊല്ലത്ത് വീണ്ടും സമ്മേളനം വന്നപ്പോൾ പതാക ഉയർത്തുക. പ്രസിഡീയത്തെ നയിക്കുന്നതും AK ബാലൻ തന്നെ. 24 കൊല്ലം. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രായപരിധിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് AK ബാലൻ സഖാവിന്റെ വേറൊരു ഇതെന്താ അറിയോ ക്രിസ്റ്റിന, നിയമപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് പറയും. നമ്മളിപ്പോ നിൽക്കുന്നുണ്ടല്ലോ, നമ്മുടെ പുറകിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, കലാഭവൻ മണി പഠിച്ച സ്കൂള്, മണിച്ചേട്ടന്റെ സ്കൂളിന്റെ ബോർഡ് കാണാം, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ ഇവിടെ നിന്നാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പോയി മണിച്ചേട്ടൻ സമ്മാനമൊക്കെ വാങ്ങിച്ചു വന്നത്. മണിച്ചേട്ടന്റെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഓട്ടോ സ്റ്റാൻഡ്, സ്കൂള്, പാർക്ക്, അവിടെ ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട് അല്ലേ? അതിലേക്ക് പോയാലോ. 25-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. കൂടുതൽ സംഘടനകൾ ഇന്ന് പിന്തുണയുമായി സമരപ്പന്തൽ സന്ദർശിക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പുറകോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരം വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് UDF MPമാരുടെ തീരുമാനം. മേഖലകളുമായി നമ്മുടെ മേഘനയാണ് തിരുവനന്തപുരത്ത് നീങ്ങുന്നത്. വെരി 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 ഗുഡ് മോർണിംഗ് മേഘു. എന്താണ് വിവരം? ഈ സമരം ഇപ്പൊ 25-ാം ദിവസത്തിലേക്ക് കടക്കുകയാണല്ലോ, അപ്പൊ കൂടുതൽ സപ്പോർട്ട് വരുന്നുണ്ട്, മറ്റെന്തൊക്കെ വിവരങ്ങളാണുള്ളത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രവിത. തിരുവനന്തപുരം നഗരം ഉണർന്നു വരുന്നതേയുള്ളൂ. പക്ഷേ ഇവിടെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 25 ദിവസം, 1ഉം 2ഉമല്ല 25 ദിവസമാണ് അവരുടെ സമരം തുടരുന്നത് എന്നുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ തുക നൽകുക, അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഈ ആവശ്യം നിറവേറ്റുന്നത് വരെ, സർക്കാർ ഇത് പരിഗണിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ആശാ വർക്കർമാർ പറയുന്നത്. ഇപ്പോഴും ഈ തിരുവനന്തപുരം നഗരം ഇങ്ങനെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ആ ഒരു സമയത്തും രാവും പകലും ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ താമസിച്ച്, അത്തരത്തിലാണ് ആശാ വർക്കർമാർ അവരുടെ ഈ 25 ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പല അധിക്ഷേപങ്ങളും കേൾക്കുന്നു, പല പരാമർശങ്ങളും പല വെല്ലുവിളികളും ഉണ്ടാകുന്നു. പക്ഷേ അവിടെയൊന്നും തളരാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പിന്നോട്ട് പോകലിന് ഇല്ല എന്നുള്ളതാണ്. ഇന്നും ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് സംഘടനകളെയും നേതാക്കളെയും ഒക്കെ ഈ സമരപന്തലിലേക്ക് ആശാമാർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ചേച്ചി, ഏത് ഘട്ടത്തിലാണ് ഒരു 2ാം ഘട്ട സമരപരിപാടി? ഇന്ന് 25 ദിവസങ്ങൾ കഴിയുകയാണ്. അതിനുശേഷം ഇനി എങ്ങോട്ടുള്ള ഒരു പദ്ധതി എങ്ങനെയാണ്? സമര പരിപാടികൾ എങ്ങനെയാണ്? നമ്മൾ 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും 8ാം തീയതി വനിതാ ദിനമാണല്ലോ. ആ വനിതാ ദിനത്തിൻ്റെ അന്ന് നമ്മൾ വിപുലമായ ഒരു രീതിയിൽ തന്നെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ സഹോദരങ്ങളും ആശമാരെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാ പേരും എത്തണമെന്നും കൂടെ ഒരു അഭിപ്രായം കൂടെയുണ്ട്. എല്ലാ പേരും എത്തി നമുക്കൊരു വനിതാ ദിനം നമ്മുടെ ആശമാരോടൊത്ത് എന്നുള്ള ഒരു ഇതിൽ എല്ലാ പേരും നമ്മുടെ കൂടെ ഒത്തുചേരണമെന്ന് പറയുന്നു. പിന്നെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് തീരുമാനിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സർക്കാർ നമ്മുടെ വിളി കേൾക്കും എന്നാണ് നമ്മൾ അതിന് മുന്നേ നമ്മളതിലൊരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേഘന മുരളിയാണ് അവിടെ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് താമസിയാതെ എത്തിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ വിഷുകളിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നമ്മുടെ സ്വന്തം ഗ്രീഷ്മ പൗലോസിന്റെ ബർത്ത്ഡേ ആണിന്ന്. ഹാപ്പി ബർത്ത്ഡേ ഗ്രീഷ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല ആരോഗ്യം തരട്ടെ. അപ്പോ ഗ്രീഷ്മ ഒരുപാട് കാലം വളരെ സന്തോഷത്തോടുകൂടെ ഇരട്ടക്കുട്ടികളോടൊപ്പം, ഇനി വരാനിരിക്കുന്ന കുട്ടികളോടൊപ്പം ഒക്കെ ജീവിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കും. അതെ. ഇനി കവിതയുടെ ബർത്ത്ഡേ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ കവിത. അതിഥി ബർത്ത്ഡേ ഉണ്ട്. ജന്മദിനാശംസകൾ. നല്ല വർഷമാകട്ടെ അല്ലേ. ഷീനയുടെ ബർത്ത്ഡേ ഉണ്ട്. ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്തത്? കാരണം അതെ, അപ്പൊ ആനയിൽ നിന്ന് മാറി ഇന്ന് സൂരജ് മറ്റൊരു വാർത്തയിലേക്ക് പോയിരിക്കും. ഒരു കാട്ടുപോത്തുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സൂരജ് വാ. അപ്പോൾ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ജാർഖണ്ഡ് സ്വദേശി സഞ്ജയ് ആണ് മരിച്ചത്.
ഈ ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് സഞ്ജയനെ ഈ കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. ഈ സഞ്ജയ് അടക്കം 4 പേർ ഈ മലക്കപ്പാറ മേഖലയിലൂടെ നടന്നു വരുന്നതിനിടയിൽ കാട്ടുപോത്ത് വരികയായിരുന്നു. ഒരു പ്രദേശവാസി കണ്ടിട്ട് സഞ്ജയ് കാട്ടുപോത്ത് വരുന്നു മാറാൻ പറയുന്നതിനിടയിൽ തന്നെ ഈ കാട്ടുപോത്ത് കുത്തുകയും ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒക്കെ പോസ്റ്റിന്റെ ഒക്കെ ഉയരത്തിൽ പോയതിനു ശേഷം താഴെ വീഴുകയായിരുന്നു. അതിനുശേഷം ഈ വാൽപ്പാറയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. തോട്ടം തൊഴിലാളിയായിരുന്നു. ഈ മേഖലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമാണ് എന്ന പരാതികൾക്കിടയിലാണ് ഇപ്പോൾ ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിന്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നിലവിൽ തമിഴ്നാട് വാൽപ്പാറയിലെ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. ശരി സൂരജ്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന IMS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദ് നേരത്തെയും ചോദ്യങ്ങൾ ചോർത്തിയെന്ന് ക്രൈംബ്രാഞ്ച്. മേൽമുറി മദിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സമയത്ത് പ്യൂൺ അബ്ദുൾ നാസറിനെ ഉപയോഗിച്ച് സ്വന്തം ട്യൂഷൻ സെന്റർ വഴിയാണ് ചോദ്യങ്ങൾ ചോർത്തിയിരുന്നത്. അബ്ദുൾ നാസറിനെ ക്രൈംബ്രാഞ്ച് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ മൂല്യബോധമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ട വ്യക്തിയാണ്. നിലനിൽപ്പിന്റെ പ്രശ്നം എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇത് മുൻപും ചെയ്തിട്ടുണ്ടെന്നല്ലേ ഇപ്പോൾ മനസ്സിലാവുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. തീർച്ചയായും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനം, നിയമലംഘനം തന്നെയാണ് അധ്യാപകത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഒരു അധ്യാപകനും ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായത്. കേസിൻ്റെ ഉറവിടം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇന്നലെ മഹദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിയൂണായിട്ടുള്ള അബ്ദുൽ നാസറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ കേസിൻ്റെ തുമ്പുണ്ടാകുന്നതും പ്രധാനപ്പെട്ട തുമ്പ് പുറത്തു വരുന്നതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അബ്ദുൽ നാസറിനെ ചോദ്യം ചെയ്ത വേളയിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ഫഹദ് മുഖാന്തരം ഇതിന് മുമ്പും ചോർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. ഈ ഫഹദിന് ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് അതല്ലെങ്കിൽ ആ ട്യൂഷൻ സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോർത്തിക്കൊണ്ടിരുന്നത് എന്ന കാര്യമാണ് അബ്ദുൽ നാസർ വ്യക്തമാക്കുന്നത്. അവിടെയുള്ള ഈ സ്റ്റാഫ് റൂമിൽ അവിടെ സൂക്ഷിക്കുന്ന ഭാഗത്തേക്ക് ഈ പിയൂൺ എത്തുകയും അവിടെ നിന്ന് ബ്ലേഡ് ഉപയോഗിച്ച് ഈ ചോദ്യപേപ്പറുകളെല്ലാം തന്നെ കീറി അതിന്റെ കവർ കീറിയെടുക്കുക, അതിനുശേഷം ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ എടുത്ത ശേഷം അത് ഫഹദിന് അയച്ചു നൽകുക. ഇത്തരത്തിലായിരുന്നു ഈ ചോദ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്നത്. അത്തരം കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. പ്രതിയെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകും എന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുക. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടെ ലഭ്യമാകും എന്ന വിവരം കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ മുഖ്യപ്രതിയുള്ള ഷുഹൈബാണ്. ഈ MS സൊല്യൂഷൻസിന്റെ മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പുണ്യമാസമാണ്. ഇനി നമ്മൾ പോകുന്നത് റമദാൻ വിശേഷങ്ങളിലേക്ക്. അപ്പൊ ഇത് നോമ്പുകാലാണ് അല്ലെ. നോമ്പുതുറയിലെ വിശിഷ്ട വിഭവമാണ് കാരക്ക അഥവാ ഈന്തപ്പഴം അല്ലെ. അപ്പൊ ഈ ഈന്തപ്പഴം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പറയും ഗൾഫ് നാടുകളിൽ പോകണം എന്നൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്നാ പറയുന്നത്. വയനാട് പുൽപ്പള്ളിയിലെ ആലത്തൂർ പടിഞ്ഞാറേക്കരയിൽ രാജുവിന്റെ വീടിന് മുന്നിൽ കായ്ച്ചു നിൽക്കുന്നു മനോഹരമായ ഈന്തപ്പഴങ്ങൾ. ആ കാഴ്ച നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് സുർജിത്ത് അയ്യപ്പത്തും സംഘവും. കയ്യെത്തും ദൂരത്ത് നിന്ന് ഈന്തപ്പഴം കഴിക്കണം. അങ്ങ് അറബ് നാടുകളിലേക്ക് ഒന്നും പോകേണ്ട. വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ എത്തിയാൽ മതി. ഇവിടെ കർഷകനായ രാജു ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഈന്തപ്പഴമുണ്ട്. ദാ ഇങ്ങനെ പൊട്ടിക്കാം, കഴിക്കാം. കൃഷിയാണ് തൊഴിൽ. പിന്നെ പെര വെച്ചപ്പോൾ ഒരു ഈന്തപ്പന വെച്ചേക്കാമെന്ന് മക്കളുടെ അഭിപ്രായം അനുസരിച്ചാണ് ഇത് വെച്ചത്. അത് ഞങ്ങൾ അമ്പലവയലിൽ നഴ്സറിയിൽ നമ്മൾ ബുക്ക് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ അവർ മുക്കത്ത് വന്നെന്ന് പറഞ്ഞു. അവിടെ പോയി നമ്മൾ വണ്ടിയും കൊണ്ട് പോയി വന്ന് എടുത്ത് നട്ടു. 4 തൈ മേടിച്ചായിരുന്നു. ഒരു തൈക്ക് 7000 രൂപ വെച്ചിട്ടാണ് കൊടുത്തത്. പിന്നെ അത് കൊണ്ടുവന്ന് ഇവിടെ നട്ടു. ഇപ്പോൾ 2.5 വർഷമായപ്പോഴേക്കും ഇത് കായ്ച്ചു. അതിനകത്ത് 3 പെണ്ണും 1 ആണുമാണ്. അതുകൊണ്ടാണ് നമുക്കിത് കായായത്. ഇത് കാഴ്ച പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. എടുക്കുന്ന എല്ലാവർക്കും ഫോട്ടോ എടുക്കൽ പരിപാടി. ഇവിടെ ഇപ്പോൾ ആദ്യം ഐറ്റവും ഇല്ല.
അത് നമ്മൾ നോട്ടത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പിന്നെ നല്ല വെയിലൊക്കെ അടിക്കുന്ന സ്ഥലമായത് കൊണ്ടാണോ എന്നറിയില്ല. കൈ കൊണ്ട് തന്നെ പറിക്കാമല്ലോ, അത് ഏറ്റവും ഇല്ല. ഏനത്തിനെ പറ്റി എനിക്കത്ര പിടിയില്ല. നടുമ്പോൾ ഇത് നമ്മൾ അവർ പറഞ്ഞ പോലെ ജൈവവളങ്ങളിട്ടു, അടിയിൽ മണലൊക്കെ ഇട്ട് ആണ് നട്ടത്. പിന്നെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നനയ്ക്കണം, 1 മാസം നനയ്ക്കണമായിരുന്നു. അതിൻ്റെ അവർ തരുമ്പോൾ തന്നെ ഒരു ചാക്കൊക്കെ കെട്ടിയാണ് കൊണ്ടിരുന്നത്. അത് ഫുള്ള് നനച്ച് 1 മാസം കഴിഞ്ഞ് അഴിച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ തന്നെയല്ല ഞാൻ ചെയ്തുകൊണ്ട് എല്ലാം കുഴപ്പമില്ലാണ്ട് 4 പിടിച്ചു. ഗൾഫിൽ നിന്ന് കപ്പലിൽ വന്നിട്ട്, കപ്പലിൽ നിന്ന് താമരശ്ശേരി മുക്കത്ത് അവരുടെ നഴ്സറിയിൽ വന്നിറങ്ങി, അവിടുന്ന് നമ്മൾ പോയി എടുക്കുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം അത്ര പോരാഞ്ഞു, ഇത്തവണ നല്ല പോലെ കഴിച്ചത്. നോമ്പ് ആയ കൊണ്ടായിരിക്കും എല്ലാവരും വരുന്നുണ്ട്. നോമ്പിൻ്റെ ടൈമിൽ വരുന്നവർക്കൊക്കെ കൊടുക്കും. ഇത് പഴക്കുന്ന തീരുന്നോളം വരെ കൊടുക്കും. പുൽപ്പള്ളി പാടിച്ചിറയിൽ കാഴ്ച ഈന്തപ്പനയ്ക്ക് താഴെ നിന്നും നല്ല ടേസ്റ്റ് ഉണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. യെസ്, അപ്പൊ ബ്യൂട്ടിഫുൾ അല്ലേ? ഈന്തപ്പഴം നമ്മുടെ നാട്ടിലും കിട്ടും. ഇതെന്താ സംഭവം? ആ ചേട്ടൻ 24 കണ്ടോണ്ടിരിക്കുവോ അല്ലേ? ചേട്ടാ പേരെന്താ? എന്റെ നിജോ. ചേട്ടാ പേര്? നിജോ. ആ ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഞാൻ പാലസപ്പള PDDP ടിവി കാണോ? 24 ആണ്. 24 മാത്രമേ കാണുള്ളൂ ന്യൂസില്. അത് ശരി, ഇഷ്ടാണോ 24? എന്റെ പൻ ഇഷ്ടമാണോന്നാ? 24 ഇഷ്ടമുള്ളൂ. കഴിഞ്ഞ 7 വർഷമായിട്ട് നിങ്ങൾ തുടങ്ങി അന്ന് പോലെ ഇന്നുവരെ കാണുന്നുണ്ട്. മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങൾ നോക്കാറില്ല, തിരക്കിന്റെ ഇടയിലായിരിക്കും. ശരി ചേട്ടാ, സാറ് ഫ്ലോറിൽ വന്നു, അതുകൊണ്ടാണ്. നമ്മുടെ ജയിക്കുണ്ട്, നമ്മുടെ പിന്നെ ശ്രീനറാണ് നമുക്ക് വേണ്ട കൃത്യമായ ആസൂത്രണവും കൃത്യമായ പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും. കലാപരിമണിയായിട്ട് അടുപ്പുള്ള ആളുകൾ നമ്മുടെ സന്ദീപും വിഷ്ണുവും കൂടെ ഉണ്ട്. സന്ദീപും വിഷ്ണു കൂടെ ഓടി വരും, ബിനീഷ് ഓടി വരും. സാറ് ഫ്ലോറിലുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ തൃശ്ശൂർ ടീം. അപ്പൊ താങ്ക് യു സോ മച്ച്, നിങ്ങൾ കൃത്യമായി എല്ലാം ചെയ്തു തന്നെ നിങ്ങളുടെ സഹായത്തിന്. Thank you, Krishna, and thank you, Smita Haridas.